ഒന്നു ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന മലയാളത്തിലുള്ള പഴമൊഴി കാനഡയെ സംബന്ധിച്ച് വളരെ അർത്ഥവത്തായിരിക്കുന്നു. കാരണം ഇറാനിലെയും മധ്യേഷ്യയിലെയും വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കാനഡയ്ക്ക് ഗുണകരമാകുമെന്നാണ് റിപ്പോർട്ട്. എണ്ണവിലയിലെ തുടർച്ചയായ വർധനവ് കാനഡയുടെ സാമ്പത്തിക വളർച്ചയെയും പണപ്പെരുപ്പ പ്രതീക്ഷയെയും ഉയർത്തുമെന്ന് ബാങ്ക് ഓഫ് നോവാസ്കോഷ പറയുന്നു. ഉയർന്ന എണ്ണവില കാനഡയെ തുണയ്ക്കുമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതോടെ കാനഡയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 2027 അവസാനത്തോടെ 0.5% വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇറാനിലെ യുദ്ധം ഇതിനകം തന്നെ പെട്രോളിയം വിലകൾ ഉയർത്തിയിട്ടുണ്ട്. ഇതൊരു പ്രധാന ക്രൂഡ് ഓയിൽ ഉൽപ്പാദക രാജ്യമായ കാനഡയുടെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിച്ചേക്കാം. അതേസമയം യുദ്ധത്തിന്റെ ആദ്യ ആഘാതങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഏതാണ്ട് നിർത്തിവെച്ചതും സൗദി അറേബ്യയിലെ ഒരു വലിയ റിഫൈനറിയിലെ തടസ്സവും എണ്ണ വിതരണത്തിനുള്ള ഭീഷണിയെ അടിവരയിടുന്നു.